ദുരന്തബാധിതരുടെ ജീവൻ വെച്ച് പന്താടരുത്. ഇത് ഭരണകൂടത്തിന്റെ അനാസ്ഥയോ? ഉറ്റവരും ഉടയവരും സർവ്വസമ്പാദ്യവും ഒരു രാത്രി കൊണ്ട് മണ്ണടിഞ്ഞ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും മനുഷ്യരുടെ കണ്ണുനീർ ഇപ്പോഴും തോർന്നിട്ടില്ല. ആ വലിയ നടുക്കത്തിൽ നിന്നും അവർ ഇന്നും മുക്തി നേടിയിട്ടുമില്ല. ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നും നല്ലവരായ മനുഷ്യർ അവരുടെ വിയർപ്പിന്റെ വിഹിതം നൽകിയത് ഈ മനുഷ്യർക്ക് തല ചായ്ക്കാൻ സുരക്ഷിതമായ ഒരിടം ഉണ്ടാക്കാനാണ്. പക്ഷേ ഇന്ന് അവിടെ ഉയർന്നു പൊങ്ങിയ വീടുകളുടെ അവസ്ഥയോ? താമസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ വീട്ടിൽ വിള്ളലുകൾ. ഇത് കേവലം വിള്ളലുകളല്ല, ഒരു ജനതയുടെ വിശ്വാസത്തിന്മേലുള്ള ആഴത്തിലുള്ള മുറിവുകളാണ്. താമസിക്കുന്നതിന് മുൻപേ വിള്ളൽ വീണ ഈ കെട്ടിടത്തിൽ എന്ത് വിശ്വാസത്തിലാണ് അവർ കിടന്നുറങ്ങുക? ഇനി ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി ആ മനുഷ്യർക്കുണ്ടോ? അവരെ വീണ്ടും മരണഭയത്തിലേക്ക് തള്ളിവിടുന്നത് നീതിയാണോ? ഒരു വശത്ത് സർക്കാരിന്റെ ഏത് വീഴ്ചയെയും കണ്ണടച്ച് ന്യായീകരിക്കുന്നവർ, മറുവശത്ത് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നവർ. ഇതിനിടയിൽ പാവപ്പെട്ട ദുരന്തബാധിതർ വെറും ഇരകളായി മാറുന്നു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ രാഷ്ട്രീയ മുതലെടുപ്പിനായി വിട്ടുകൊടുക്കരുത്. ഇത് വയനാടിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. സുരക്ഷിതമായ പുനരധിവാസം ഓരോ ദുരന്തബാധിതന്റെയും അവകാശമാണ്. ഈ കഴിഞ്ഞ ഇലക്ഷൻ അടുത്ത സമയത്ത് ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയതിൻ്റെ ഫലമാണോ ഇത്? അധികൃതർ ഈ പാവപ്പെട്ടവർക്ക് സുരക്ഷിതമായ വീട് നൽകുന്നതിന് പരമാവധി പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു. ജനങ്ങളുടെ സുരക്ഷയേക്കാൾ വലുതല്ല ഒരു ഉദ്ഘാടനവും. മഴക്കാലം പടിവാതിക്കലെത്തി നിൽക്കെ സുരക്ഷിതമായ ഒരിടം പ്രതീക്ഷിച്ചിരിക്കുന്ന ജനതയെ വീണ്ടും ആശങ്കയുടെ മുനയിൽ നിർത്തുന്നത് നീതീകരിക്കാനാവില്ല. നിങ്ങൾക്കും ഇത് അനീതിയായി തോന്നുന്നുണ്ടെങ്കിൽ അർഹമായ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ ശബ്ദം ഷെയർ ചെയ്യുക. ഈ മനുഷ്യർക്ക് നീതി കിട്ടണം.